അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനും കൂടിയാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്തൊരു ആഗ്രഹം പറഞ്ഞ് അവനൊരു ഇവൻ്റ് കംപ്ലീറ്റ് ആയി കൊടുക്കണമെന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മന്ത്ലി എടുക്കുകയാണ്. ഇത് ഇച്ചിരി കുറച്ച് നാൾ മുന്നേ ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷേ അപ്പോൾ നമ്മുടെ ഇത് വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇടാൻ സമയമില്ലായിരുന്നു. അപ്പം ഞാനിത് പിന്നെ ഇടാമെന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നാണ് ഞാനത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. കുറേ നാൾ മുന്നേ കുറച്ച് മറ്റേ ഒരു റിങ് ഇവൻ്റ് വന്നപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി കൊടുത്ത നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചെക്കൻ. അപ്പം അവനോട് കുറേ നാൾ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഒരു മന്ത്ലി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് 1000 ഡയമണ്ട് കിട്ടി, 1100 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവൻ്റ് കംപ്ലീറ്റ് ആക്കാം. ഈ ഇവൻ്റാണ് അവൻ പറഞ്ഞേക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് മതിയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കാം. ആദ്യത്തെ സ്പിൻ ചെയ്തു, പ്രത്യേകിച്ച് ഒരു 5ൻ്റെ ടോക്കൺ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം ലാഭമാണ് 10 ടോക്കൺ. അങ്ങനെ നമ്മൾ അടുത്ത സ്പിൻ ചെയ്തു. ബാഗ് ഇത് കിട്ടിയിട്ടുണ്ട്. ബാഗാണോ ലൂട്ട് ബോക്സാണ്? ലൂട്ട് ബോക്സ് എന്തോ കിട്ടിയിട്ടുണ്ട്. അതെ, ലൂട്ട് ബോക്സാണ്. നമുക്ക് കൊള്ളാം, എന്തായാലും അത്യാവശ്യം ഭാഗ്യമുണ്ട് ആക്കാൻ അക്കൗണ്ടിൽ. നമുക്ക് അടുത്ത സ്പിന്നും കൂടി ചെയ്ത് നോക്കാം. എന്തായാലും എന്നാ കിട്ടുമോ നോക്കാം. ഓക്കെ വലിയ ഷോകാണല്ലോ, 2 വെച്ചാണ് കിട്ടണത്. എന്നാലും 135 ടോക്കൺ ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇനി 800 സംതിങ് ഡയമണ്ടും ഉണ്ട്. പിന്നെ മൈ ഗോഡ്, എൻ്റെ മോനെ ബ്ലൂ വാളും ബാക്ക് പാക്കും. നൈസ് അത് വെച്ചിരിക്കുന്നു. 13 ടോക്കൺ കിട്ടിയിട്ടുണ്ട് ബാക്ക് പാക്കിൽ. നമ്മളടുത്ത് ചെക്കൻ അക്കൗണ്ട് നല്ല ലക്കുണ്ട് കേട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം ലക്കുള്ള അക്കൗണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പിൻ ചെയ്തിട്ടുണ്ട്. എന്ത് കിട്ടും? ഒന്നും കിട്ടിയില്ല. കുറച്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ. പിന്നെ നമ്മളെല്ലാത്തിലും നല്ല ചടവടെ ഞെക്കി പിടിച്ചുകൊണ്ട് ആ ബണ്ടിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത സ്പിൻ ചെയ്തു. എന്ത് കിട്ടും? ഒരു ടോക്കൺ വെച്ച് ചട്ടി. അത് നഷ്ടമാണ്, വളരെ നഷ്ടമാണ്. അടുത്ത സ്പിൻ സ്കിപ്പ് ചെയ്തു. നമുക്ക് സ്കിപ്പ് ചെയ്ത് തന്നെയായിരിക്കും പിന്നെ നല്ലത്. എന്നാലും നമുക്കൊന്നുകൂടെ കുത്തിപ്പിടിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. അയ്യോ, ഒന്നുമില്ലല്ലോ. എന്തായാലും ഇപ്പം തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റും. നോക്കട്ടെ, നമുക്ക് ഒന്നുകൂടെ ഞെക്കി പിടിച്ചിട്ടൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ബാക്ക് പാക്ക് എങ്ങനെ കിട്ടിയാൽ ഒന്നുകൂടെ കിട്ടിയാൽ ലാഭമാണ്, കാരണം 13 ടോക്കൺ കിട്ടും. അങ്ങനെ കുറേ നേരം കുത്തിപ്പിടിച്ച് നമ്മൾ സ്പിൻ ചെയ്തു. എന്ത് കിട്ടും? അയ്യോ, നഷ്ടമാണ് ഇങ്ങനെ ടോക്കൺ കിട്ടുന്നത്. ബണ്ടിൽ നേരെ അടിക്കുമായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും വേണ്ടി എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് ടോക്കൺ ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ടോക്കൺ. കുറച്ച് ഇതും കൂടി സ്പിൻ ചെയ്ത് നോക്കാം. എന്തായാലും ഇത്ര ഡയമണ്ട് ബാക്കിയുണ്ട്, നമുക്ക് അതും കൂടി അങ്ങ് തീർത്തേക്കാം. ഓക്കെ, ഒന്നുമില്ലല്ലോ, നഷ്ടമാണ്. നമുക്കൊരു 1ൻ്റെ സ്പിൻ ചെയ്യാം. ഓക്കെ, 1ൻ്റെ ഒന്നും കിട്ടിയില്ല. നമ്മുടെ ലാസ്റ്റ് സ്പിന്നാണ്. എന്ത് കിട്ടും? ഇതിലൊന്നും കിട്ടിയില്ല. എന്തായാലും നമുക്ക് ടോക്കൺ കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാം. ബണ്ടിൽ തന്നെ എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ബണ്ടിലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇതും കൂടി സ്പിൻ ചെയ്ത് നോക്കാം. എന്തായാലും ബാക്കി ഡയമണ്ട് ഉണ്ട്, സ്പിൻ ചെയ്ത് നോക്കാം. ഒരു 9ൻ്റെ. ഓക്കെ. ഇല്ലൊന്നുമില്ല, റിപ്പയറാണ്. അതൊന്നും അടിക്കാനൊന്നും മുകളില. ഓക്കെ, അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ. പ്രൈം ലെവൽ 3 ഓഫ് 4 ആവാറായി. എന്തായാലും നമുക്ക് ആ എടുത്ത ബണ്ടിലൊന്ന് നോക്കാം. ഓക്കെ, അതേഴ്സ് എവിടെയായിരുന്നു? ഓക്കെ, കുറച്ച് ക്രേറ്റ് തുറക്കാണ്ട് നമുക്ക് അതുകൂടെ തുറന്നിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, ഒന്നും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. ഒരു പെർമനൻ്റ് അടിക്കുമായിരുന്നു, കൊള്ളായിരുന്നു. എന്തായാലും പോട്ടെ, നമുക്ക് ബണ്ടിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ബണ്ടിൽ എക്വിപ്പ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബണ്ടിലാണ്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ബ്ലൂ വാളിൻ്റെ സ്കിന്നും കൂടി നോക്കാം. ഓക്കെ, ബ്ലൂ വാൾ 10 ഉണ്ടല്ലേ. ബ്ലൂ വാള് ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലൂ ആണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞായിരുന്നു. ഗീവ് അവേ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഗീവ് അവേ, അതായത് നമ്മളൊരു വീക്കിലി മെമ്പർഷിപ്പാണ് ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ അടിയിലൊരു കമൻറ്റ് ഇടുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റിന് ഒരു 20 ലൈക്കിന് മേളിൽ കിട്ടുവാണെങ്കിൽ, അതായത് 20 ലൈക്ക് മാക്സിമം, മിനിമം 20 ലൈക്ക്, അല്ലാണ്ട് 20 ലൈക്ക് കൂടുതൽ കിട്ടുന്ന ആൾക്കായിരിക്കും നമ്മൾ ഒരാൾക്ക് ഇതെടുത്ത് കൊടുക്കാൻ പോകുന്നത്, വീക്കിലി എടുത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ഈസിയാണ്. പരമാവധി വീഡിയോ ലൈക്ക് ചെയ്യുക,
പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു കമൻറ്റ് ഇടുക. ആ കമൻറ്റിന് 20 ലൈക്കിന് മേളിലോ കിട്ടണം. അതായത് ടോപ്പ് ലൈക്ക് കിട്ടണ കമൻറ്റിന് നമ്മൾ വീക്കിലെടുത്ത് കൊടുക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.